ഹായ് ഹലോ. MFAയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പേഴ്സൻറ്റേജിന്റെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ LCMന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ടുള്ള പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. ഇപ്പൊ പേഴ്സൻറ്റേജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണെന്ന് പറയാൻ കാരണം 4 5 ടോപ്പിക്കുകളുടെ ഒരു ബേസ് ആണ് ഈ ടോപ്പിക്. ഇനി വരുന്ന 4 5 ടോപ്പിക്കുകളുടെ ഈ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയവയുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്. അപ്പൊ പെർസെൻറ്റേജ് നിങ്ങൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ, കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന 4 5 ടോപ്പിക്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ. അപ്പൊ പെർസെൻറ്റേജ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റെല്ലാ ടോപ്പിക്കുകൾക്കും കൂടെ വേണ്ടിയിട്ടായിരിക്കണം ഇത് പഠിക്കുന്നത്. ഓക്കെ. നമ്മൾ മറ്റെല്ലാ ടോപ്പിക്കുകളുടെയും ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത് ഈ പെർസെൻറ്റേജിന്റെ എന്ന് പറഞ്ഞ ബേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. പെർസെൻറ്റേജ് ബേസ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യണ്ട, ഈ പറയുന്ന ഇക്വേഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആണെങ്കിലും ഒന്നിന്റെയും ഇക്വേഷൻസ് പഠിക്കാതെ തന്നെ നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ അടിസ്ഥാന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ കൂടുതലൊന്നും നമ്മളൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ എന്താണ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ, പെർസെൻറ്റേജ് എന്നുള്ള വാക്കിൽ തന്നെ എന്താണ് പെർസെൻറ്റേജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? മലയാളത്തിൽ നമ്മൾ ശതമാനം എന്നാണ് പറയുക, അല്ലെ? പെർസെൻറ്റേജ് എന്ന വാക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുവാണ്. ഓക്കെ. ഇപ്പൊ പെർസെൻറ്റേജ് എന്നുള്ള വാക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ മലയാളം പദം എന്ന് പറയുന്നത് ശതമാനം എന്നാണ്, അല്ലെ? അപ്പൊ ശതമാനം എന്ന വാക്കിന്റെ അർത്ഥം, ശതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശതം എന്ന വാക്കിന്റെ അർത്ഥം 100 എന്നാണ്. മാനം എന്ന വാക്കിന്റെ അർത്ഥം അളവ് എന്നാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശതമാനം എന്ന വാക്ക് നമ്മൾ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 100ലുള്ള അളവ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. ശതമാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം 100ലുള്ള അളവ് എന്നാണ്. പെർസെൻറ്റേജ്, ഇംഗ്ലീഷിൽ നമ്മൾ ശതമാനത്തെ പെർസെൻറ്റേജ് എന്നാണ് പറയാം, അല്ലെ? പെർസെൻറ്റേജ് എന്നാണ് പറയാം. ഇവിടെ സെന്റ് എന്ന വാക്ക് കുറിക്കുന്നത് 100 എന്നതിനെയാണ്. ക്ലിയർ? സെന്റ് എന്ന വാക്ക് കുറിക്കുന്നത് 100 എന്ന അക്കത്തെയാണ്. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ ശതമാനം എന്നുള്ള മലയാളം വാക്കായാലും പെർസെൻറ്റേജ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും 100ലുള്ള അളവാണ് ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ എല്ലാ തരം അളവുകളെയും 100 എന്നൊരു അടിസ്ഥാന സംഖ്യയിലേക്ക് പരിമിതപ്പെടുത്തുവാണെങ്കിൽ, 100 എന്നൊരു ബേസ് വാല്യൂയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ എത്ര ഉണ്ടാകും എന്നുള്ളതാണ് ശതമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു 200ൽ 150 മാർക്ക് കിട്ടി. ഒരു സബ്ജക്റ്റിൽ എനിക്ക് 200ൽ 150 മാർക്ക് കിട്ടി. അപ്പൊ അത് ശതമാനത്തിലേക്ക് മാറുകയാണെങ്കിൽ എത്ര ശതമാനം ഉണ്ടാകും എന്നാണ് ചോദ്യം. 200ൽ 150 മാർക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ 100ലേക്ക് മാറ്റുമ്പോൾ എനിക്ക് എത്ര ഉണ്ടാകും എന്നുള്ളതാണ് ശതമാനം പറയുന്നത്. ഓക്കെ. അപ്പൊ 200 100 ആകണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യേണ്ടി വരും, 2 കൊണ്ട് ഹരിക്കേണ്ടി വരും, അല്ലെ? 200 100 ആകണമെങ്കിൽ 2 കൊണ്ട് ഹരിക്കണം, അല്ലെ? 200 100 ആകണമെങ്കിൽ 2 കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മേലെയും 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ 150നെ 2 കൊണ്ട് ഹരിക്കും എന്ന് പറഞ്ഞാൽ 150ന്റെ പകുതിയാണ്, അല്ലെ? അപ്പൊ 100ൽ 75 ആണ്. അതായത് 75/100 നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് 75% ആണ്. ഓക്കെ. ഒരാൾക്ക് 800ല് എന്താ പറയാ 200 മാർക്ക് കിട്ടി. ഒരാൾക്ക് മൊത്തം 800 മാർക്ക് ഉണ്ട്. അതിൽ 200 മാർക്കാണ് അയാൾ നേടിയിരിക്കുന്നതെങ്കിൽ അയാളുടെ ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 800 എന്നുള്ള വാല്യൂവിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, 100 എന്നൊരു അടിസ്ഥാന സംഖ്യയിലേക്ക് മാറ്റുന്നു. അതായത് 800 100 ആകണമെങ്കിൽ എന്ത് ചെയ്യണം, 8 കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണെങ്കിൽ 200നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 8 കൊണ്ട് ഹരിക്കേണ്ടി വരും, അല്ലെ? 200നെ 8 കൊണ്ട് ഹരിച്ചാൽ 25 കിട്ടുന്നത്, അല്ലെ? അങ്ങനെയെങ്കിൽ 25/100 എന്ന് പറഞ്ഞാൽ 25% ആണ്. അതായത് 800ൽ 200 മാർക്ക് നേടുക എന്ന് പറഞ്ഞാൽ അയാൾ 25% മാർക്ക് വാങ്ങിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. 1000 ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് മൊത്തം 1000 മാർക്ക് ഉണ്ട്. ഒരാൾ വാങ്ങിയിരിക്കുന്നത് 650 മാർക്കാണ്. 650 മാർക്കാണ് എങ്കിൽ അയാൾ എത്ര ശതമാനം വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 100ലേക്ക് മാറ്റുക ചെയ്യുന്നത്, അല്ലെ? അപ്പൊ 1000 100 ആകണമെങ്കിൽ എന്ത് ചെയ്യണം, 10 കൊണ്ട് ഹരിക്കണം, അല്ലെ? അപ്പൊ 650 എന്ത് ചെയ്യേണ്ടി വരും, 10 കൊണ്ട് ഹരിക്കേണ്ടി വരും. അതായത് 65. അപ്പൊ 100ൽ 65 എന്ന് പറഞ്ഞാൽ 65% ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അല്ലെ? അപ്പൊ എന്ത് ശതമാനം ചോദിക്കുവാണെങ്കിലും, അല്ലെ? ഫോർ എക്സാമ്പിൾ
നമ്മൾ 10% ചോദിക്കുവാണെങ്കിൽ 10%, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10/100 കാരണം 100-ൽ എത്രയാണ് 10 എന്നാണ് ചോദ്യം, അല്ലെ? 20% എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 20/100 ആണ്, അല്ലെ? 30% എന്ന് പറഞ്ഞാൽ എന്താണ്? 30/100 ആണ്, അല്ലെ? 200% എന്ന് പറഞ്ഞാൽ എന്താ? 200/100 ആണ്, അല്ലെ? 500% എന്ന് പറഞ്ഞാല് 500/100 ആണ്. അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ ബൈ 100 അവിടെ ഉണ്ടാകും, സംഖ്യയുടെ അടിയിൽ 100 എന്നുണ്ടാവും. 100-ൽ എത്ര എന്നുള്ളതാണ് ശതമാനം, അല്ലെ? ശതം എന്ന് പറഞ്ഞാൽ 100-ഉം, മാനം എന്ന് പറഞ്ഞാൽ അളവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ശതമാനം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണ്, അല്ലെ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു സംഖ്യയുടെയും ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് 100% ഓഫ് എനി നമ്പർ ആ സംഖ്യ തന്നെയായിരിക്കും. ദ നമ്പർ ഇറ്റ്സെൽഫ് മനസ്സിലാക്കി വെച്ചേക്കുക. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വച്ചേക്കുക. ഓക്കെ, അതായത് 500 എന്നുള്ളൊരു സംഖ്യ. ഓക്കെ, 500 എന്നുള്ളൊരു സംഖ്യ. അപ്പൊ 500-ന്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്താ? 500-ന്റെ 100% 500 തന്നെയാണ്, ആ നമ്പർ തന്നെയാണ്, അല്ലെ? 1000-ന്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1000 തന്നെയാണ്. ഓക്കെ, 4000-ന്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4000 തന്നെയാണ്. ഓക്കെ, 50-ന്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ അത് 50 തന്നെയാണ്. ഓക്കെ, 600-ന്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ അത് 600 തന്നെയാണ്. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണെന്നൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ സംഖ്യ തന്നെയാണ് 100% എങ്കിൽ 50% എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും, അല്ലെ? 100%-ന്റെ പകുതിയാണല്ലോ 50% എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സംഖ്യയുടെ 50% എന്ന് പറയുന്നത് ആ സംഖ്യയുടെ പകുതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ 500-ന്റെ 50% എന്ന് പറഞ്ഞാൽ 500-ന്റെ പകുതിയായ 250 ആണ്, അല്ലെ? 1000-ന്റെ 50%, 1000-ന്റെ 100% 1000 തന്നെയാണ്. അപ്പൊ 1000-ന്റെ 50% എന്ന് പറയുന്നത് 500 ആണ്, അല്ലെ? 4000-ന്റെ 100% 4000 തന്നെയാണെങ്കിൽ 50% എന്ന് പറയുന്നത് അതിന്റെ പകുതിയായ 2000 ആണ്, അല്ലെ? 50-ന്റെ 100% 50 തന്നെയാണെങ്കിൽ അതിന്റെ 50% എന്ന് പറയുന്നത് 50-ന്റെ പകുതിയായ 25 ആണ്. 600-ന്റെ 100% 600 ആണെങ്കിൽ 50% എന്ന് പറയുന്നത് 600-ന്റെ പകുതിയായ 300 ആണ്. അപ്പൊ ശ്രദ്ധിക്ക്, ഏതൊരു സംഖ്യയുടെയും 50% എന്ന് പറയുന്നത് പകുതി തന്നെയാണ്, അല്ലെ? പകുതിയാണ് നമ്മൾ 50% നമുക്ക് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു പെർസെന്റേജ് കൂടെ അവിടെ നിർത്തൂടെ? 50%-ന്റെ പകുതിയായ 25% എന്ന് പറയുന്നു, അല്ലെ? 25% എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്തൂടെ, അല്ലെ? എങ്ങനെ എടുക്കാം? 100% ആ സംഖ്യ തന്നെയാണെന്ന് പറഞ്ഞു, 50% അതിന്റെ പകുതിയാണെന്ന് പറഞ്ഞു, 50%-ന്റെയും പകുതിയാണെന്ത്? 25% എന്ന് പറഞ്ഞത്. അപ്പോ പകുതിയുടെ പകുതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? 25% എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ 500-ന്റെ 25% എത്രയാണെന്ന് ചോദിച്ചാൽ 500-ന്റെ പകുതിയുടെ പകുതിയായ 250-ന്റെയും പകുതി 125 ആണ്, അല്ലെ? 1000-ന്റെ പകുതിയുടെ പകുതിയാണ് 25% എന്ന് പറഞ്ഞത്. അപ്പൊ 1000-ന്റെ പകുതി 500 ആണ്, അതിന്റെയും പകുതി 250 ആണ്, അല്ലെ? 4000-ന്റെ പകുതിയുടെ പകുതി എന്ന് പറയുന്നത് 4000-ന്റെ പകുതി 2000 ആണ്, അതിന്റെയും പകുതി എന്ന് പറയുന്നത് 1000 ആണ്. അതായത് 4000-ന്റെ 25% എത്രയാണെന്ന് ചോദിച്ചാൽ 1000 ആണ്. ഓക്കെ, ദെൻ 50-ന്റെ 25% എന്ന് പറഞ്ഞാൽ 50-ന്റെ പകുതിയായ 25-ന്റെയും പകുതി 12.5 ആണ്, അല്ലെ? 600-ന്റെ 25% എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതിയായ 150 ആണ്, അല്ലെ? മനസ്സിലാകുമല്ലോ. അപ്പൊ 100% എന്ന് പറഞ്ഞാല് ആ സംഖ്യ തന്നെയാണ്, അല്ലെ? 50% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ 25% എന്ന് പറയുന്നത് ആ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ മനസ്സിലാക്കി വെച്ചേക്കുക, 100%, 50%, 25%. ഇതിനൊക്കെ നമ്മൾ ആധാരമാക്കി എടുക്കുന്നത് 100% എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പർ തന്നെയാണ്. ഇത് നമുക്ക് ഇവിടെ മാത്രമല്ല, ഒരുവിധപ്പെട്ട ചാപ്റ്ററുകളൊക്കെ നമുക്ക് ഈ ഒരു ആശയം നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ നിന്ന് എടുത്തുകൂടെ, അല്ലെ? 100%, 50%, 25% ഒക്കെ എടുത്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? 150%, 125% ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തൂടെ? 175% നമുക്ക് എടുത്തൂടെ, അല്ലെ? 125% നമുക്ക് ഇവിടെ എഴുതാം, 150% നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ 100%, 150%, 125% ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും.
ഓക്കെ. 100% 500 അല്ലെ, 100% 500 25% 125 ചേരുമ്പോഴാണല്ലോ 125% ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ 500ന്റെ 125% എത്രയാണെന്ന് ചോദിച്ചാൽ അല്ലെ, 100% 500 100% 500 25% 125 കൂടെ ചേർത്താൽ 625 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ 1000ന്റെ 125% എന്ന് പറഞ്ഞാൽ 1000ന്റെ 100%വും 1000ന്റെ 25%വും ചേർന്നതാണല്ലോ അല്ലെ. അതായത് 1000ഉം 250ഉം ചേരുന്ന 1250 ആണ് 1000ന്റെ 125% എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 4000ന്റെ 125% എത്രയെന്ന് ചോദിച്ചാൽ 4000ന്റെ 100%-മായ 4000ഉം 25%-മായ 1000ഉം കൂടെ ചേർന്നാൽ 5000 ആണ് 4000ന്റെ 125% എന്ന് പറയുന്നത്. 50ന്റെ 125% എന്ന് പറഞ്ഞാൽ 50ന്റെ 100%-മായ 50ഉം 25%-മായ 12.5ഉം ചേർത്താൽ 62.5 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. 600ന്റെ ഈ 125% 600ഉം അതുപോലെ തന്നെ 150ഉം ചേർന്നാൽ 750 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 150%, അപ്പൊ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? 125% അല്ലെ. ഇനി നമുക്ക് 150% കണ്ടുപിടിക്കാം. അതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. 150% എന്ന് പറഞ്ഞാൽ 100% പ്ലസ് 50% ആണല്ലോ അല്ലെ. അതായത് ആ സംഖ്യയും ആ സംഖ്യയുടെ പകുതിയും ചേരുന്നതാണ് എന്ത് 150% എന്ന് പറയുന്നത്. അപ്പൊ 500ന്റെ 150% എത്രയാണെന്ന് ചോദിച്ചാൽ 100%-മായ 500ഉം 50%-മായ 250ഉം ചേർന്നാൽ 500ഉം 250ഉം 750 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. 1000ത്തിന്റെ 150% എത്രയാണെന്ന് ചോദിച്ചാൽ 1000ഉം 50%-മായ 500ഉം ചേർത്ത് 1500 എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ. 4000ത്തിന്റെ 150% എത്രയാണെന്ന് ചോദിച്ചാൽ 4000ഉം അതിന്റെ പകുതിയായ 2000ഉം ആണെന്ന് ചേർത്ത് നമുക്ക് 6000 എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ. 50ന്റെ 150% എത്രയാണെന്ന് ചോദിച്ചാൽ 50ഉം 50%-മായ 25ഉം ചേർത്ത് 75 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. ദെൻ 600ന്റെ 150% 600ഉം അതുപോലെ തന്നെ 300ഉം ചേർത്ത് 900 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 150% നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി 175% കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 100%-വും അതുപോലെ തന്നെ 50%-വും അതുപോലെ തന്നെ 25%-വും ചേരുന്നതാണല്ലോ 175% എന്ന് പറയുന്നത്. അതായത് ആ സംഖ്യയും ആ സംഖ്യയുടെ പകുതിയും അതിന്റെ പകുതിയുടെ പകുതിയും കൂടെ ചേർന്നതാണ് എന്ത് 175% എന്ന് പറയുന്നത്. അപ്പൊ 500ന്റെ 175% എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? 500ന്റെ 100%-മായ 500ഉം 500ന്റെ 50%-മായ 250ഉം 500ന്റെ 25%-മായ 125ഉം കൂടെ ചേർത്താൽ 750ഉം 100ഉം 850ഉം 25ഉം 875 എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പറ്റൂലേ? പറ്റും. ഓക്കെ. അടുത്തത് 1000ത്തിന്റെ 175% എത്രയാണെന്ന് ചോദിച്ചാൽ 1000ഉം 500ഉം അതുപോലെ തന്നെ 250ഉം ചേർന്ന് 1750 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. 4000ത്തിന്റെ 175% എത്രയാണെന്ന് ചോദിച്ചാൽ 4000ത്തിന്റെ 100%-മായ 4000ഉം 50%-മായ 2000ഉം 25%-മായ 1000ഉം ചേർത്താൽ 7000 എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ദെൻ 50ന്റെ 175% 50ഉം 25ഉം 12.5ഉം അല്ലെ. 75ഉം 10ഉം 82.5 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. അതുപോലെ തന്നെ 600ന്റെ 175% എന്ന് പറയുന്നത് 600ഉം 300ഉം 900ഉം 100ഉം 1050 എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പറ്റത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 100%-വും 50%-വും 25%-വും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത നമ്പറുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത പെർസെൻറ്റേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ. അപ്പോഴും നമ്മൾ ബേസ് ആക്കി എടുക്കുന്ന എന്തിനാണ്? ആ സംഖ്യയുടെ 100% അല്ലെ ആ സംഖ്യ തന്നെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് അല്ലെ. 100% കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 50% കണ്ടുപിടിക്കാൻ പറ്റും, 25% കണ്ടുപിടിക്കാൻ പറ്റും, 125% കണ്ടുപിടിക്കാൻ പറ്റും, 150% കണ്ടുപിടിക്കാൻ പറ്റും, 175% കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കൺസെപ്റ്റിലേക്ക് തന്നെ പോകുന്നു. ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യ തന്നെയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ 100% ആണ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് 200% കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. 300% കണ്ടുപിടിക്കാൻ പറ്റും, പറ്റില്ലേ? 400% കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. 500%-വും അതുപോലെ തന്നെ 600% ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് പറഞ്ഞത് 100 എന്ന് പറഞ്ഞാൽ ആ ഒരു അടിസ്ഥാന വിലയെ ആധാരമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഖ്യ എന്നുള്ളത് നമ്മൾ എന്താക്കി എടുക്കുന്നു? ചുമ്മാ ഒരു നമ്പർ ആക്കി എടുക്കുന്നു അല്ലെ. ഞാനത് ഒരു 200 ആക്കി എടുക്കുന്നു.
ആ സംഖ്യ 200 ആണെങ്കിൽ ആ സംഖ്യയുടെ 100% 200 തന്നെയാണല്ലോ, അല്ലെ? 100% 200 ആണെങ്കിൽ 200% എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇരട്ടിയല്ലേ, അല്ലെ? അപ്പൊ 200ന്റെ ഇരട്ടി 400 ആണെന്ത്? അതിന്റെ 200% എന്ന് പറയുന്നത്. 300% എന്ന് പറഞ്ഞാൽ എന്താണ്? 300% എന്ന് പറഞ്ഞാൽ 100% 200% ആകാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെ? അപ്പൊ 200നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 400 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 100 300 ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ആ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 200 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 600 ആണ്, അല്ലെ? അപ്പൊ 200ന്റെ 300% എന്ന് പറഞ്ഞാൽ 600 ആണ്. അപ്പൊ 400% എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ആ സംഖ്യയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ 400% അല്ലെങ്കിൽ 4 ഇരട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ 200ന്റെ 400% എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 4 800 ആണെന്ന കാര്യം മനസ്സിൽ വെച്ചേക്കും. ഓക്കെ. 200ന്റെ 500% എത്രയാണെന്ന് ചോദിച്ചാൽ 200 ഇൻറ്റു 5 1000 ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കും. 200ന്റെ 600% എത്രയാണെന്ന് ചോദിച്ചാൽ 200 ഇൻറ്റു 6 1200 ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ 100% ബേസ് ആക്കി വെച്ചുകൊണ്ട് 200% നമുക്ക് കണ്ടുപിടിക്കാൻ ഇരട്ടിയാണ്, അല്ലെ? 300% 3 ഇരട്ടിയാണ്, അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 400% 4 ഇരട്ടിയാണ്, അപ്പൊ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 500% 5 ഇരട്ടിയാണ്, അപ്പൊ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 600% 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ഒരു സംഖ്യ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 100% ആക്കി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 ഇരട്ടിയും 5 ഇരട്ടിയും ഒക്കെ കണ്ടുപിടിക്കാം. 600%, 700% ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 1000% ഇരട്ടിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ 10 കൊണ്ട് ഗുണിക്കേണ്ടി വരും, അല്ലെ? 2000% ഇരട്ടിയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 20 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പൊ അത് മനസ്സിൽ വെച്ചേക്കുക. ഒരു നമ്പർ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, അല്ലെ? അത് ഞാൻ ചുമ്മാ 600 നമുക്ക് ചെയ്ത് നോക്കാം, അല്ലെ? 600ന്റെ 100% എന്ന് പറയുന്നത് 600 തന്നെയാണ്. അപ്പൊ 200% എന്ന് പറയുന്നത് 600ന്റെ ഇരട്ടിയായ 1200. അപ്പൊ 300% എന്ന് പറയുന്നത് 600 ഇൻറ്റു 3 1800, അല്ലെ? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാലോ, അല്ലെ? 600 ഇൻറ്റു 4 2400 ആണ്, അല്ലെ? 600 ഇൻറ്റു 5 6 5 30 3000 ആണ്. അപ്പൊ 500% എന്ന് പറയുന്നത് 600% 6 6 36 3600 ആണെന്ന് മനസ്സിലാക്കി വെക്കും, അല്ലെ? ഇനി 800 ആണ് എടുക്കുന്നെങ്കിൽ 800ന്റെ 100% 800 തന്നെയാണ്, അല്ലെ? അപ്പൊ 200% എന്ന് പറയുന്നത് 8 ഇൻറ്റു 2 16 1600 ആണ്, അല്ലെ? ദെൻ 300% എന്ന് പറയുന്നത് 800ന്റെ 300% എന്ന് പറയുന്നത് 8 ഇൻറ്റു 3 24 2400, അല്ലെ? ദെൻ 800ന്റെ 400% എന്ന് പറയുന്നത് 8 ഇൻറ്റു 4 32 3200. 800ന്റെ 500% എന്ന് പറയുന്നത് 8 ഇൻറ്റു 5 40 ആണ്, 4000 ആണ്, അല്ലെ? അടുത്തത് 4800 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കും. അങ്ങനെയെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 100% എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വരുന്നു, അല്ലെ? 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണെന്ന് മനസ്സിൽ വെച്ചേക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10% കണ്ടുപിടിക്കാൻ പറ്റും. 10% കണ്ടുപിടിച്ചാൽ 20% കണ്ടുപിടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല, അല്ലെ? 30% കണ്ടുപിടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല. 40% കണ്ടുപിടിക്കാം, അല്ലെ? 50% നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. 60%വും 70% ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ നോക്കാം? ഞാനൊരു സംഖ്യ എന്താക്കി എടുക്കുന്നു? ഒരു സംഖ്യ ഞാൻ എടുക്കുന്നു, 300 എന്ന് പറഞ്ഞ സംഖ്യ എടുക്കുന്നു, അല്ലെ? 100% എന്താണ്? 100% 300 തന്നെയാണ്, അല്ലെ? 10% എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. 10% എന്ന് പറയുന്നത് ഒരു ദശാംശത്തെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇടത്തോട്ട് നീക്കുക ചെയ്യുന്നത്. അതായത് 300നെ നമ്മൾ ഒരു ദശാംശം ഇടത്തോട്ട് നീക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് 30 എന്ന് കിട്ടും, അല്ലെ? 30 കിട്ടത്തില്ലേ? അതായത് 300ന്റെ 10% 30 ആണ്. ഓക്കെ. 400ന്റെ 10% എത്രയാണെന്ന് ചോദിച്ചാൽ 40 ആണ്. 500ന്റെ 10% എത്രയാണെന്ന് ചോദിച്ചാൽ 50 ആണ്, അല്ലെ? 2000ത്തിന്റെ 10% എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ദശാംശം, ഒരു ഡെസിമൽ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടത്തോട്ട് നീക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4000ത്തിന്റെ 10% 400 ആണെന്ന് കിട്ടും, അല്ലെ? 5700ന്റെ 10% ഒരു ഡെസിമൽ നമ്മൾ മാറ്റുന്നു, 570 ആണെന്ന് കിട്ടും, അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, 2500ന്റെ 10% 100% 2500 തന്നെയാണല്ലോ, അല്ലെ? അപ്പൊ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുവാണെങ്കിൽ 250 എന്ന് കിട്ടും, അല്ലെ? ദെൻ എന്താ പറയാ, 5000ത്തിന്റെ 100% 5000 തന്നെ, അല്ലെ? 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ നമുക്ക് 500 എന്ന് കിട്ടും.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി 2712 ആണെങ്കിലോ, 2712 10% നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്ഥാനം, ഒരു ഡെസിമൽ എന്ത് ചെയ്യുന്നു? ഇടത്തോട്ട് നീക്കുന്നു. 271 അല്ലെ 271.2 നമുക്ക് കിട്ടും അല്ലെ. 3534 10% എത്രയാടാ എന്ന് ചോദിച്ചാൽ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ 353.4 എന്ന് കിട്ടും. ഓക്കെ. 4711.56 10% എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു സ്ഥാനം നീക്കുവാണെങ്കിൽ 471.156 എന്ന് കിട്ടും. അതായത് 10% കാണുക എന്ന് പറഞ്ഞാൽ നിലവിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ഒരു ദശാംശം ഇടത്തോട്ട് നീക്കുക എന്നേ ഉള്ളൂ, വേറൊരു അർത്ഥം അതിനില്ല. ഓക്കെ, അതാണ് 10% എന്ന് പറയുന്നത്. 10% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 20% കണ്ടുപിടിക്കാം അല്ലെ, 30% കണ്ടുപിടിക്കാം, 40% കണ്ടുപിടിക്കാം അല്ലെ, 60ഉം 70ഉം 80ഉം ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത്തരം ചെറിയ യൂണിറ്റുകളാക്കി കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ് ശതമാനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും 600ന്റെ 10% എത്രയാണ്? 60 ആണെന്ന് നമുക്ക് മനസ്സിലായി. 10% ഇരട്ടിയാണല്ലോ 20% എന്ന് പറയുന്നത്. അപ്പോൾ 600ന്റെ 10% 60 ആണെങ്കിൽ 20% നമുക്ക് എങ്ങനെ പറയാം? 60ന്റെ ഇരട്ടിയായ 120 ആണ് അല്ലെ. 10% എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ 30% എന്ന് പറഞ്ഞാൽ 60 × 3 180 ആണ്. അപ്പൊ 40% എന്ന് പറഞ്ഞാൽ 60 × 4 24 240 ആണ്. 50% എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 600ന്റെ പകുതിയായ 300 ആണ്. അതെങ്ങനെ കിട്ടും? 60നെ 5 കൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 60% കണ്ടുപിടിക്കാൻ 60നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 60 × 6 360 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 70% കണ്ടുപിടിക്കാൻ 60 × 7 420 എന്ന് കിട്ടും. അപ്പൊ 10% ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 20%, 30%, 40%, 50% ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. ഞാൻ വേറൊരു സംഖ്യ ഇവിടെ എടുക്കുന്നു. 800ന്റെ 10% എന്ന് പറയുന്നത് 80 ആണ് അല്ലെ. അപ്പൊ 20% എന്ന് പറയുന്നത് 10%ന്റെ ഇരട്ടിയാണ് 20%. 80ന്റെ ഇരട്ടി 160. അപ്പൊ 30% കാണാൻ 10% എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 80 × 3 240. അപ്പൊ 40% കണ്ടുപിടിക്കാൻ 10% 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 80 × 4 320 അല്ലെ. 60% കണ്ടുപിടിക്കാൻ 10% 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 80 × 6 480 അല്ലെ. ദെൻ അടുത്തത് 10% 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 70% കിട്ടും അല്ലെ. അപ്പോ 80 × 7 8 7 56 ആണ്, 560 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരു നമ്പറും കൂടെ പറയാം. 1200. 1200ന്റെ 10% എന്ന് പറയുന്നത് 120 ആണ്. അപ്പൊ 20% 10%ന്റെ ഇരട്ടിയായ 120ന്റെ ഇരട്ടിയായ 240 ആണ്. അപ്പൊ 12ന്റെ മൾട്ടിപ്പിൾസ് പോയാൽ പോരെ അല്ലെ. അപ്പൊ 30% എന്ന് പറഞ്ഞത് 12 × 3 36 360 ആണ് അല്ലെ. 40% എന്ന് പറഞ്ഞത് 12 × 4 48 480 ആണെന്ന് കിട്ടും. അപ്പൊ 60% 12 × 6 72 720 ആണെന്ന് കിട്ടും അല്ലെ. 70% 12 × 7 84 840 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ശതമാനത്തെ കുഞ്ഞു 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 ശതമാനങ്ങളാക്കി നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ദെൻ അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു 100% എന്ന് പറഞ്ഞ ആ സംഖ്യ തന്നെയാണെന്ന് പറഞ്ഞു. 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10% എന്ന് പറഞ്ഞാൽ ഒരു ദശാംശത്തെ, ഒരു ഡെസിമലിനെ നമ്മൾ ഇടത്തോട്ട് മാറ്റുന്നു. അപ്പൊ 5% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? 5% എന്ന് പറഞ്ഞാൽ 10%ന്റെ പകുതിയാണെന്ത്? 5% എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 15% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ അല്ലെ. 15% എന്ന് പറഞ്ഞാൽ എന്താ? 10%വും 5%വും ചേരുന്നതല്ലേ 15%. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനൊരു സംഖ്യ എടുക്കുന്നു, 200 അല്ലെ. 200ന്റെ 100% എന്ന് പറയുന്നത് 200 തന്നെ. അപ്പൊ 10% എന്ന് പറയുന്നത് 200ന്റെ 10% 20 ആണ്. അപ്പൊ 5% എന്ന് പറയുന്നത് 10%ന്റെ പകുതിയാണ് 5% എന്ന് പറയുന്നത്. അപ്പൊ 20ന്റെ പകുതിയായ 10 ആണെന്ത്? 200ന്റെ 5% എന്ന് പറയുന്നത്. അപ്പൊ 15% എന്ന് പറയുന്നത് 10%വും 5%വും ചേരുന്നതാണല്ലോ 15%. അങ്ങനെയെങ്കിൽ 10%-മായ 20ഉം 5%-മായ 10ഉം ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 30 കിട്ടും. ഓക്കെ, ദെൻ 400ന്റെ 10% എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയെങ്കിൽ 5% എന്ന് പറയുന്നത് 40ന്റെ പകുതിയായ 20 ആയിരിക്കും. അപ്പൊ 15% എന്ന് പറയുന്ന 10%വും 5%വും ചേരുന്ന 40ഉം 20ഉം ചേർന്നാൽ നമുക്ക് 60 എന്ന് കിട്ടും. ഓക്കെ, 700ന്റെ 10% എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ 5% എന്ന് പറയുന്നത് 70ന്റെ പകുതിയായ 35 ആണ്. അപ്പൊ 15% എന്ന് പറയുന്നത് 10%വും 5%വും ചേരുന്നതാണ്. 70ഉം 35ഉം ചേർന്നാൽ നമുക്ക് 105 എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? 1200ന്റെ 100% 1200 തന്നെ. അപ്പൊ 10% ഒരു ദശാംശം മാറ്റിയാൽ നമുക്ക് 120 എന്ന് കിട്ടും. അപ്പൊ 5% 120ന്റെ പകുതിയായ 60 ആയിരിക്കും അല്ലേ? അപ്പൊ 15% എന്ന് പറയുന്നത് എന്തായിരിക്കും? 10%വും 5%വും ചേർന്നു 120ഉം 60ഉം കൂടെ ചേർന്നാൽ 180 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ 15% കാണുവാന്ന് പറഞ്ഞാൽ 10%വും 5%വും കൂടെ ചേരുന്നതാണ് അല്ലേ? അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എന്താ? 20%വും അതുപോലെ തന്നെ 5%വും ചേരുന്ന നമുക്ക് മനസ്സിലാവും. 20% കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 10% 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 20% കിട്ടും. 5% 10%ത്തിന്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 5% കിട്ടും. അപ്പൊ 20%വും 5%വും ചേരുന്നതാണ് എന്ത്? 25% എന്ന് പറയുന്നത് അല്ലെ? 35% നമ്മളോട് ചോദിക്കുവാണെങ്കിൽ എന്താണ് 35% എന്ന് പറഞ്ഞാൽ? 30 പ്ലസ് 5%. 30% എന്ന് പറഞ്ഞാൽ 10%ത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 30% കിട്ടും. 5% കിട്ടും. 10%ത്തിന്റെ പകുതി എടുത്താലും കിട്ടും. ഇത് രണ്ടും കൂട്ടിയാൽ നിങ്ങൾക്ക് 35% കിട്ടും. ഇത്തരത്തിൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ശതമാനങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു കാര്യം ചോദിക്കുക. 62% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കാണാൻ? 62% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാണും? 62% എന്ന് പറഞ്ഞാൽ 60ഉം 2ഉം കൂടെ ചേരുന്നല്ലേ? 60% പ്ലസ് 2%ആണെന്ത്? 62% എന്ന് പറയുന്നത്. 60% എങ്ങനെ കിട്ടും? 10% എടുത്തുകൊണ്ട് 10%ത്തെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 60% കിട്ടും. അങ്ങനെയെങ്കിൽ 2% കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ഇനി 2% എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നോക്കൂ, ക്ലിയർ ആയിട്ട് നോക്കൂ. ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണെന്ന് പറഞ്ഞു അല്ലെ? 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുന്നത്. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക, അല്ലെങ്കിൽ 2 ഡെസിമലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടത്തോട്ട് നീക്കുന്നു. 2 സ്ഥാനം ഡെസിമൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടത്തോട്ട് നീക്കുക ചെയ്യുന്നു. ഓക്കെ. ഫോർ എക്സാമ്പിൾ 1200ന്റെ 100% എന്ന് പറയുന്നത് 1200 തന്നെ. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ ഇങ്ങോട്ട് നീക്കിയാൽ 120 അല്ലെ? ദെൻ അടുത്തത് 1% എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്ഥാനം ദശാംശത്തിൽ കൂടെ നമ്മൾ നീക്കുന്നു, 12 എന്ന് കിട്ടും. ഓക്കെ. 600ന്റെ 100% എന്ന് പറഞ്ഞാൽ 600 ആണ്. 10% എന്ന് പറഞ്ഞാൽ ഒരു ദശാംശത്തെ നീക്കിയാൽ 60 എന്ന് കിട്ടും. 1% എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ദശാംശത്തെ നീക്കുന്നു, 6 എന്ന് കിട്ടും അല്ലെ? ദെൻ 180ന്റെ 100% 180 തന്നെ. 10% 18 ദെൻ 1% എന്ന് പറയുന്നത് ഒരു ദശാംശം നീക്കിയാൽ നമുക്ക് 1.8 എന്ന് കിട്ടും അല്ലെ? ദെൻ 472 എങ്ങനെ കിട്ടാം? 100% എന്ന് പറഞ്ഞാൽ 472 തന്നെയാണ് അല്ലെ? 10% എന്ന് പറഞ്ഞാൽ 47.2 1% എന്ന് പറഞ്ഞാൽ 4.72 അല്ലെ? 1001ന്റെ 100% 1001 തന്നെയാണ് അല്ലെ? 10% എന്ന് പറഞ്ഞാൽ അപ്പൊ 100.1 അപ്പൊ 1% എന്ന് പറഞ്ഞാൽ 10.01 അല്ലെ? ദശാംശത്തെ നമ്മൾ നീക്കുക ചെയ്യുന്ന, ഇടത്തോട്ടും വലത്തോട്ടും നീക്കി കളിക്കുക ചെയ്യുന്ന ചുമ്മാ. ഓക്കെ. ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ 1% നമ്മൾ കണ്ടുപിടിച്ചു. 1% കണ്ടുപിടിച്ചാൽ നമുക്ക് 2% കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെ? 3% കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 4% കണ്ടുപിടിക്കാൻ ഒന്നും ബുദ്ധിമുട്ടില്ല അല്ലെ? 10%ത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 1%ത്തെ കണ്ടുപിടിക്കാം, 2%ത്തെ കണ്ടുപിടിക്കാം, 3%ത്തെ കണ്ടുപിടിക്കാം, 7%ത്തെ കണ്ടുപിടിക്കാം, 8%ത്തെയും 9%ത്തെയും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും 300 എടുക്കുന്നു. 300ന്റെ 10% എന്ന് പറയുന്നത് 30 അല്ലെ? അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് ഒരു ദശാംശത്തെ ഇടത്തോട്ട് നീക്കുന്നു, 3. അങ്ങനെയെങ്കിൽ 2%, ഇവിടെ 1% 3 ആണെങ്കിൽ 2% 6 അല്ലേ? 3% എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ 3 × 3 9 അല്ലെ? 7% എന്ന് പറഞ്ഞാൽ 1%ത്തെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലെ? 3 × 7 21. 8% എന്ന് പറഞ്ഞാൽ 1%ത്തെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ 3 × 8 24 എന്ന് കിട്ടും. ഓക്കെ. നോക്ക്, 500ന്റെ 100% 500 തന്നെ. അപ്പൊ 10% 50. അപ്പൊ 1% 5. അപ്പൊ 2% 10 എന്ന് കിട്ടും. 3% 15 എന്ന് കിട്ടും. 7% എന്ന് പറഞ്ഞാൽ 7 × 5 35 എന്ന് കിട്ടും. 8% 8 × 5 40 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. നോക്ക്, 700ന്റെ 10% 70 എന്ന് കിട്ടും അല്ലെ? 1% 7 എന്ന് കിട്ടും. 2% നമുക്ക് 14 എന്ന് കിട്ടും. 3% നമുക്ക് 21 കിട്ടും. 7% എന്ന് പറഞ്ഞാൽ 7 × 7 49 ആണ്. 8% എന്ന് പറഞ്ഞാൽ 7 × 8 54
6 ഇത്തരത്തിൽ നമുക്ക് ശതമാനങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് 100 എന്ന സംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വാല്യൂസ് ആക്കി മാറ്റുന്നു. 10% 1% ഒക്കെ ആക്കി മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 600ന്റെ നോക്ക് 600ന്റെ 32% നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 32% എന്ന് പറഞ്ഞാൽ 30%വും 2% ചേരുന്നതാണ് അല്ലെ? അപ്പം 600ന്റെ 30% കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 600ന്റെ 10% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 600ന്റെ 10% എന്ന് പറഞ്ഞാൽ 60. അപ്പം 30% എന്ന് പറഞ്ഞാൽ അവിടെ 10% 60 ആണെങ്കിൽ 30% എന്ന് പറയുന്നത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ 60 × 3 180 എന്ന് കിട്ടും. ഇനി നമുക്ക് 2% കൂടെ വേണം. 600ന്റെ 10% 60. അപ്പൊ 1% എന്ന് പറയുന്നത് 6 ആയിരിക്കും അല്ലെ? അപ്പൊ 2% എന്ന് പറയുന്നത് 6 × 2 12 അപ്പൊ 180ഉം 12ഉം 192 ആണ്. 32% നമുക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ, നോക്ക് 800ന്റെ 44% നമുക്ക് വേണം. 800ന്റെ 44% നമുക്ക് വേണം. 44% എന്ന് പറഞ്ഞാൽ 40%വും അതുപോലെ തന്നെ 4%വും ചേരുന്നതാണ് എന്ത്? 44%. ഇനി 800ന്റെ 40% കിട്ടാൻ എന്ത് ചെയ്തത്? 10%ത്തെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലേ? അപ്പൊ 800ന്റെ 10% എന്ന് പറഞ്ഞാൽ 80 ആണ്. × 4 320 അല്ലേ? അപ്പൊ നമുക്ക് 40% 320 എന്ന് കിട്ടും. 4% എത്രയാണ്? 1%. 800ന്റെ 1% 8 അപ്പൊ 4% എന്ന് പറഞ്ഞാൽ 8 × 4 32 അപ്പൊ 320 32ഉം 352 നമുക്ക് കിട്ടും. കിട്ടൂലേ? കിട്ടും അല്ലെ? ദെൻ അടുത്തത് നോക്ക് 600ന്റെ 105% നമുക്ക് വേണം. 105% എന്ന് പറഞ്ഞാൽ 100%വും അതുപോലെ തന്നെ 5%വും ചേരുന്നത്. അപ്പൊ 100% എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ സംഖ്യ തന്നെയാണ്. അപ്പൊ 600ന്റെ 100% 600 തന്നെ. ഇനി 5% വേണം നമുക്ക്. 5% എന്ന് പറഞ്ഞാൽ 600ന്റെ 10%. 600ന്റെ 10% എന്ന് പറയുന്നത് 60. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയായ 30 ആണ്. അപ്പൊ 600 + 30 630 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? കിട്ടത്തില്ലേ? കിട്ടും. നോക്ക് ഇനി 480ന്റെ 12% നമുക്ക് വേണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 480ന്റെ 12% 12% എന്ന് പറഞ്ഞാൽ 10% + 2% അല്ലെ? അപ്പൊ 480ന്റെ 10% നമുക്ക് കിട്ടി 48. അപ്പൊ 48 ആണ് 10% എന്ന് മനസ്സിലായി. ഇനി 2% എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എടാ 48 ആണ് 10% എങ്കിൽ 1% 4.8. അപ്പൊ 2% എന്ന് പറയുന്നത് 4.8 × 2 അല്ലേ? 4.8 2 വെച്ചാൽ 9.6 ആണ്. 48 2 96 ആണ്. ഒരു ദശാംശം നീക്കിയാൽ 9.6 ആണ്. അപ്പൊ 48 9.6 കൂടെ കൂട്ടിയാൽ 57.6 എന്ന് കിട്ടും. 7.6 ആണ് 480ന്റെ 12% എന്ന് പറയുന്നത്. ഓക്കെ, നോക്ക് 570ന്റെ 14% നമുക്ക് വേണം. 570ന്റെ 14% വേണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 10%വും 4% കണ്ടുപിടിക്കടാ. എങ്ങനെ കണ്ടുപിടിക്കാം? 10% 57 മനസ്സിലായി അല്ലെ? 4% എന്ന് പറയുന്നത് 5.7 × 4 ആയിരിക്കില്ലേ? 1%ത്തെ 4 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നേ. 570ന്റെ 1% 5.7 ആണ്. അപ്പൊ 4% എന്ന് പറഞ്ഞാൽ 5.7 × 4 7 4 28 ശിഷ്ടമായ 2 5 4 20 2 22 ഡെസിമൽ ഇടണ്ടേ? 22.8 എന്ന് കിട്ടും. അപ്പൊ 57ഉം 22.8 കൂടെ കൂട്ടിയാൽ 57ഉം 20ഉം 77 2 79.8 എന്ന് നമുക്ക് കിട്ടും. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി നമുക്ക് എന്ത് ചെയ്യാം? ശതമാനത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസ്സിന്റെ 1ാം ഭാഗമാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ശതമാനത്തിന്റെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു തുടങ്ങും. അപ്പൊ മനസ്സിൽ വെച്ചേക്കോ ഇത്രയും കാര്യങ്ങൾ. ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണെന്ന് മനസ്സിലാക്കുക. 50% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണെന്ന് മനസ്സിലാക്കുക. 25% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയുടെ പകുതിയാണെന്ന് മനസ്സിലാക്കുക. 200% എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണെന്ന് മനസ്സിലാക്കുക. 300% എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയാണെന്ന് മനസ്സിലാക്കുക. 400% 4 ഇരട്ടിയാണെന്ന് വെക്കുക. 10% എന്ന് പറഞ്ഞാൽ ഒരു ദശാംശത്തെ ഇടത്തോട്ട് നീക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. 5% 10%ത്തിന് പകുതിയാണെന്ന് മനസ്സിലാക്കുക. 1% എന്താ 10%ത്തെ വീണ്ടും ഒരു ഡെസിമലൂടെ ഒരു ദശാംശ സ്ഥാനത്തെ കൂടെ മാറ്റുന്നു, അങ്ങനെ കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കുക. 1%ത്തിന് ഇരട്ടിയാണ് 2% എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ശതമാനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുഞ്ഞു 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 കുഞ്ഞ് കാര്യങ്ങൾ കിട്ടാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഒരു വർക്കായിട്ട് തരുന്നു. നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിന്റെ അവസാനം ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് കണ്ടുപിടിക്കുക. ഏതൊക്കെ? 480ന്റെ
480ന്റെ 22% നിങ്ങൾ എന്ത് ചെയ്യുക? 480ന്റെ 22% നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഒക്കെ വർക്കായിട്ടൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ 370ന്റെ 13% നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ 440ന്റെ 24% നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. 600ന്റെ 28% നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, 700ന്റെ 36% നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 1200ന്റെ 19% നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളെല്ലാം കുറച്ച് സംഖ്യകൾ നിങ്ങൾ റാൻഡം ആയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ശതമാനത്തെ ഒന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ശതമാനത്തിന്റെ പ്രോബ്ലംസ് മെല്ലെ ചെയ്ത് തുടങ്ങും. ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെയ്ത് വലിയ വലിയ പ്രോബ്ലത്തിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് ചെയ്ത് പഠിക്കുക. ഈ ക്ലാസ് നല്ലപോലെ മനസ്സിലാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ കുറച്ച് നമ്പേഴ്സിന്റെ ശതമാനങ്ങൾ കണ്ടുപിടിച്ചൊന്ന് വന്നതിന് ശേഷം നിങ്ങൾ അടുത്ത ക്ലാസ് ഒന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.